ഇടേ എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയുണ്ട്. വിദ്വേഷ പരാമർശം, ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു. ചിരിപ്പിക്കല്ലേ? ഇതുപോലെ എത്ര കേസുകൾ നമ്മൾ കണ്ടതാ. കേരളത്തിന്റെ മണ്ണിലിരുന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുള്ള ഈ വർഗീയ ഒളികൾക്കെതിരെ ഇതിനു മുമ്പും കുറെ കേസുകളൊക്കെ നമ്മൾ കണ്ട. അപ്പൊ ഈ കേസൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ വെറുതെ വിഡ്ഢികളാക്കരുത്. കേസ് എടുത്താൽ ഇന്ത്യൻ ഭരണഘടന അനുശ്വാസിക്കുന്ന തരത്തിൽ ഇവനെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള ആംബിയറും കൂടെ ഇവിടെ ഉള്ളവർ ഇന്ന് കാണിച്ചാൽ കൊള്ളായിരുന്നു. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ വന്നിരുന്നുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഗീയവാദിയാകും, നമ്മൾ രാജ്യദ്രോഹിയാകും, പിന്നെ നമ്മളെ തൂക്കിയെടുത്ത് അകത്തിടാൻ ആൾ വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിന്നെ മറ്റേ NIA വിടിയിക്കും, നിന്നെ മറ്റേ കേന്ദ്രത്തിൽ നിന്ന് ആൾ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെരട്ടിഫിക്കേഷൻ നടത്തുന്ന ഈ ചാണകോളികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുകയാണല്ലോ, ഗുരുവായൂരിൻ്റെ സ്ഥാനാർത്ഥിയാണല്ലോ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ വിശ്വാസങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ വിശ്വാസങ്ങളെയും ഹൈന്ദവ മതവിശ്വാസികളുടെ ആചാരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നേതാവാണ് ഒട്ടകം ഗോപാലൻജി. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുള്ള ഈ മത ഓളിയെ ഈ കേരളത്തിലെ പൊതുസമൂഹം അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇവനെയൊക്കെ ചാണാക്കുഴിയിൽ മുക്കണം. അതാണ് ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം ചെയ്യേണ്ടത്. ഒരു മതത്തിൻ്റെ പേരിലും ഇവിടെ ആർക്കും വോട്ട് കൊടുക്കാൻ പാടില്ല. മത ആചാരന്മാരൊന്നും വന്നിട്ട് ഇവിടെ ഇന്ന ആ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കടാ പുല്ലെന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രൈസ്തവനായിക്കോട്ടെ, പൗരൻ്റെ മൗലിക അവകാശം വോട്ടിലൂടെ നമ്മൾ നിർവഹിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും കൃത്യമായി അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കണം നമ്മളുടെ ഈ പ്രാവശ്യത്തെ വോട്ട്. ജാതിക്കും മതത്തിനൊക്കെ അതീതമായി നമ്മൾ ചിന്തിക്കണം. ഇന്നിപ്പോൾ നമ്മൾ വടക്കേന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സംഘപരിവാറും BJPയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈവൻ കേരളത്തിൽ പോലും നമ്മളൊരു സാധനത്തിന് ജയിപ്പിച്ച് വിട്ടിട്ട് ഞാൻ തൃശ്ശൂരിൻ്റെ മുഖച്ഛായ അങ്ങ് മാറ്റിക്കളയും, ഞാൻ മറ്റേ ഹൈടെക് ആക്കും, ഞാൻ മറ്റേ ട്രെയിനിൻ്റെ പാത അവിടുന്ന് ഇനി അറ്റം വരെ കൊണ്ടുവന്ന് തള്ളിത്തരും എന്നെല്ലാം പറഞ്ഞ് 10 വർഷം തൃശ്ശൂരിൽ വീടെടുത്ത് താമസിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് കരുവണ്ണൂർ ബാങ്കിൽ നിന്ന് പദയാത്ര നടത്തി പദവും പോയി പിണ്ടവും വെച്ച നമുക്കറിയാമല്ലോ. സകലമാന പള്ളികളിലും മുട്ടിട്ട് ഞരങ്ങി, സകലമാന മോസ്കുകളിലും കയറി കഞ്ഞി നക്കി കുടിച്ച് അവസാനം ജയിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നക്കി കാണിച്ചിട്ടുള്ള പരിപാടി നമുക്കറിയാം. ഒരു പുല്ലും ഇവന്മാരെ കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ 14 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നത് ആ ഇന്ത്യയിൽപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട. ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ആളുകളുടെയും പ്രതിനിധിയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജി. അപ്പോൾ ഒരു വികസനം ഉണ്ടാകുമ്പോൾ അത് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വവും ബാധ്യതയും ഈ പറയുന്ന പ്രസ്ഥാനത്തിന് തന്നെയാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാണിച്ചു കൊടുക്കാനെങ്കിലും വേണ്ടി ഇവരെ പോലുള്ള ആൾക്കാർ കേന്ദ്രത്തിൽ ഇടപെട്ടുകൊണ്ട് കേരളം ഭരിക്കുന്ന ആരും ആയിക്കോട്ടെ ഇവിടുത്തെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ BJPയുടെ ഒരു ഉത്തരവാദിത്തമാണ്. എത്ര കോടി രൂപയാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് BJPക്ക് വരുന്നത്? അതിലൊക്കെ അഴിമതി കാണിച്ചും എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പച്ച വർഗീയത പറഞ്ഞിട്ടുള്ള ഈ ഒട്ടകം ഗോപാലൻജിക്ക് നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദ് കൊടുക്കുന്ന ഒരു കിണ്ണം കാച്ചി ഒരു മറുപടിയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത്, ഇവിടെ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിച്ചുകൊണ്ട് കഴിവുള്ള ഒരു സർക്കാരിനെയും കഴിവുള്ള അതാത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. നമുക്ക് എന്തായാലും ഈ വീഡിയോ നോക്കാം. ഗുരുവായൂർ തകർക്കണം. ഗുരുവായൂരപ്പരിൽ വിശ്വസിക്കുന്ന, ഗുരുവായൂർ നടയിൽ നിന്നിട്ട് ഈ ഗുരുവായൂരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു MLA ഇവിടെ ഉണ്ടോ? വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു MLA, ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് മിത്താണ് എന്ന് പറയുന്ന വേറൊരു MLA. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രവും അതിൻ്റെ ചൈതന്യവും അതിൻ്റെ പരിപാവനത്വവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഗുരുപവനപുരിയിൽ ഈ വിരുദ്ധ സമീപനമുള്ളവരല്ലേ ഇവിടെ MLA-മാരായി വരുന്നത്? ഗോപാൽജി പറഞ്ഞു വരുന്നത് അതാത് സ്ഥലത്ത് അമ്പലവും പള്ളിയൊക്കെ പരിഗണിച്ചിട്ട് വേണം അവിടുത്തെ സ്ഥാനാർത്ഥികൾ, അവിടുത്തെ മത്സരാർത്ഥികൾ നിൽക്കേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാണ്, തവനൂരില്ല, തവനൂർ VS ജോയി നിൽക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ച VS ജോയിനെ പള്ളി കണ്ടില്ലെങ്കിൽ അപ്പ കാണാൻ കളി. വെള്ളിയാഴ്ച അല്ലെങ്കിൽ നാളെ സുബഹി മുതൽ VS ജോയി പള്ളിയിലുണ്ടാകണം. ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും VS ജോയി പള്ളിയിലുണ്ടാക്കണം. തവനൂർ കൂടുതൽ മുസ്ലിങ്ങളാണ്, അപ്പം VS ജോയി പള്ളി വരണ്ടേ, നിസ്കരിക്കണ്ടേ? റമദാൻ നോമ്പെടുത്ത് നോമ്പ് കാലം കഴിഞ്ഞു, അതുകൊണ്ട് പോട്ടെ, അങ്ങനെ കൂട്ടെ എന്ന് വിചാരിക്കും. പള്ളി നിസ്കരിക്കാൻ പറഞ്ഞു, അടുത്ത ജുമാക്ക് കണ്ടില്ലെങ്കിൽ കളി മാറുവേ. ഗോപാൽജി കളി മാറും. ഈ റാന്നി ശബരിമല നിലനിൽക്കുന്ന സ്ഥലമല്ലേ റാന്നി? അവിടെ ഇക്കാലം അത്രയുമാരായിരുന്നു. രാജു അബ്രഹാം ആയിരുന്നല്ലേ MLA അല്ലേ?
ശബരിമല വിശ്വാസത്തോട് ചോദിച്ച ആളായിരുന്നു അവിടുത്തെ MLA. ശബരിമല റാന്നിയിലല്ലേ, റാന്നിയിൽ MLA ശബരിമലയുടെ വിശ്വാസം അനുസരിച്ച് പോയ ആളായിരുന്നോ? എന്താണ് ഗോപാൽജി പറയുന്നത്? ഗോപാൽജി, നമ്മൾ ഈ മത്സരിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നാടിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് നമ്മൾ ഈ മത്സരിക്കുന്നത്. നിലവിളക്ക് കത്തിക്കുന്നത് ഭരണഘടനയുടെ അനുശാസനമൊന്നും ഇല്ല. നിലവിളക്ക് കത്തിക്കണം അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ? നിലവിളക്ക് കത്തിക്കണം, ഏത് പരിപാടിക്കും ഏത് ഉദ്ഘാടനത്തിന് നിലവിളക്ക് കത്തിക്കണം നിർബന്ധമുണ്ടോ? നിലവിളക്ക് കത്തിച്ചെങ്കിൽ മാത്രമേ ഒരാൾ ഹിന്ദു ആവുള്ളൂ. എത്ര ഹിന്ദുക്കൾ നിലവിളക്ക് കത്തിക്കാതെ തന്നെ ഓരോ കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. നിലവിളക്ക് കത്തിക്കൽ ഹറാമാണെന്ന് പറയുന്നവരാരും ഭരണഘടന അങ്ങനെ അനുശാസിക്കുന്നില്ലല്ലോ നിലവിളക്ക് കത്തിക്കാൻ. എന്താണ് ഗോപാൽജി ഇങ്ങനെയൊക്കെ പറയുന്നത്? തൊടുത്തശിപ്പോ മരത്തിന്റെ കനികളും ജറാതെന്ന കിളികളും കുളിർക്കാറ്റിനൊളികളും ഇടക്കിടക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും. ഗുരുവായൂർ തകർക്കണം. ഗുരുവായൂരപ്പരിൽ വിശ്വസിക്കുന്ന ഗുരുവായൂർ നടയിൽ നിന്നിട്ട് ഈ ഗുരുവായൂരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു MLA ഇവിടെ ഉണ്ടോ? വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു MLA. അല്ലടോ, എന്റെ പൊന്നു ചേട്ടാ, ഈ ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കോ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പല കമ്മിറ്റിയിലേക്കാണോ മത്സരിക്കാൻ പോകുന്നത്? നിങ്ങൾ നിയമസഭയിലേക്കാണ് മത്സരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. നിയമസഭയിൽ പോകുന്ന ഒരാൾ പറയേണ്ട കാര്യങ്ങളാണോ ഇത്? KSU ഒക്കെ ചേർന്നുകൊണ്ട് ചേട്ടായിക്കെതിരെ നല്ലൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇടപെടൽ നടത്താനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 2020 ഒരു ചാച്ചിയുണ്ട്, അഞ്ജലി നായർ, അവർക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. ഉപഹാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും വോട്ടർമാർക്ക് നൽകാൻ പാടില്ല എന്നുള്ളതാണ്. ഇയാൾ ഒന്നല്ലെങ്കിൽ ഒരു വക്കീലല്ലേ? ഈ വിദ്വേഷം പറയാൻ എങ്ങനെ ഇയാൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ഏകദേശം 2,15,000 വോട്ടുകളാണ് ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ 46 to 47% വോട്ട് മുസ്ലിംസിന്റേതാണ്. ബാക്കി വരുന്ന വോട്ടുകളിൽ 8% ക്രൈസ്തവന്റെയും പിന്നെയാണ് ഹിന്ദുവിന്റെ വോട്ടുള്ളത്. ഏകദേശം 1,10,000-ഓളം വോട്ട് മുസ്ലിംസിന്റെ ഉണ്ട്. അത് കഴിഞ്ഞാൽ 78,000 to 85,000 അകത്താണ് ഹിന്ദുവിന്റെ വോട്ട് കിടക്കുന്നത്. നിയമസഭയിലേക്കാണ് മത്സരിക്കുന്നത്. ഇത് അമ്പല കമ്മിറ്റിയിലേക്കല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. പിന്നെ വാ തുറന്ന വർഗീയത പറഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള പൊട്ടത്തരംകാരനാണ് ഇവർ ഇത്രയും നാളെ എവിടെയും എത്തിപ്പെടാത്തതെന്ന് മനസ്സിലായി. കേരളത്തിലെ അവസ്ഥ ഞാൻ പറയുന്നത്, നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ പറയേണ്ടതായിട്ടില്ലല്ലോ. അമ്പലത്തിന് വേണ്ടിയിട്ടാണോ ഒരു MLA പ്രവർത്തിക്കേണ്ടത്? അതോ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണോ? എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലേ? ഈ പറയുന്ന മനുഷ്യൻ ആ അമ്പലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് വ്യക്തമായ ഡാറ്റ സഹിതം നമുക്ക് കണ്ട് പൊളിച്ചടക്കാം, അല്ലേ? ബാക്കി കാണാം. ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് മിത്താണ് എന്ന് പറയുന്ന വേറൊരു MLA. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രവും അതിൻ്റെ ചൈതന്യവും അതിൻ്റെ പരിപാവനത്വവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഗുരുപവനപുരിയിൽ ഈ വിരുദ്ധ സമീപനമുള്ളവരല്ലേ ഇവിടെ MLA-മാരായി വരുന്നത്? എന്തുകൊണ്ട് ഈ പാർട്ടികൾ, ഇടതുപക്ഷവും വലതുപക്ഷവും, ഞാൻ വീണ്ടും 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 ഉന്നയിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വിൽക്കാത്തത്? അവിടെ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് മുസ്ലിം പള്ളികളുണ്ട്. അവിടെയുള്ള പുരോഹിതന്മാർ ആരെങ്കിലും വന്ന് പറയുന്നുണ്ടോ ഇങ്ങനെയുള്ള വല്ല കാര്യങ്ങളും? ക്രൈസ്തവർ പറയണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു ക്രൈസ്തവനെ എന്തുകൊണ്ട് നിർത്തുന്നില്ല? ഞങ്ങൾക്ക് പള്ളികളുള്ളതല്ലേ എന്ന് പറയണ്ടേ? പറയുന്നില്ല. ഇതാണ് BJPയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം. ഇവനെ പോലെയുള്ള കുറെ കൂതറകളുണ്ട്. വർഗീയത പറഞ്ഞിട്ട് പിടിച്ചടക്കാൻ നോക്കാൻ പറ്റുമോ നോക്കുന്നവൻ. അതിലൊരുത്തനാണ് വെള്ളാപ്പള്ളി നടേശൻ. അവൻ ഹൈക്കോടതി അങ്ങ് ദൂരെ കളഞ്ഞു. അവനൊറ്റ ആള് കാരണം അവരെ സംഘടനയ്ക്ക് എത്രത്തോളം ചീത്തപ്പേരുണ്ടായെന്നറിയോ? മുസ്ലിം വിരോധം തലക്കടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ. ഇവനും അതുപോലെ തന്നെയാണെന്നുള്ളതാണ്. ഇവനൊരു ഇരട്ടപ്പേരുണ്ട്, ഒട്ടകം എന്നൊക്കെയാണ് അവനെ വിളിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ. കണ്ടല്ലോ അല്ലേ? ഏതാണ്ട് 40% മുസ്ലിങ്ങളുള്ള ഗുരുവായൂർ മണ്ഡലം. ആ മണ്ഡലത്തിൽ ഒട്ടകത്തെ പോലുള്ള ഒരു വർഗീയവാദി വന്നു നിന്നിട്ട് പറയുന്നതാണ് ഗുരുവായൂരിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയുണ്ട്. ഇങ്ങനെ ജനങ്ങളെ വിഘടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളുമായിട്ട് നടക്കുന്ന ഇതുപോലത്തെ ചാണക ഓളികൾ ഒരു കാലത്തും ഈ പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നതല്ല. ഇവനെപ്പോലുള്ള വർഗീയവാദികളെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഏതെങ്കിലും മനുഷ്യനായി മതിക്കുന്ന ഏതെങ്കിലും ഒരുത്തന്, അങ്ങനെ ഒരുത്തന് ഇതിനകത്തേക്ക് വരുത്തില്ല എന്ന് നമുക്കറിയാം. ഇപ്പൊ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യുവ പ്രതിഭ കോമളൻ ഇപ്പൊ വന്നിട്ട് വാളും പരിചയമൊക്കെ പിടിച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കാൻ വേണ്ടി ആളുകൾ എടുത്തു വരുന്നത്. ഇവിടെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടമൊക്കെ നിൽക്കുന്ന ഈ ഒരു നാട്ടിൽ വാളും കൊണ്ടൊക്കെ ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന കണക്കത്തുള്ള തോന്നിയാസമാണ് ഈ നാട്ടിൽ വന്നിട്ട് വോട്ടർമാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇമ്മാരി തോന്നിയാസം കാണി. ഇവരൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാൻ ഏതെങ്കിലും നട്ടലുള്ള ആമ്പിള്ളാരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം. ഇലക്ഷന് വിപരീത ഘടകമായിട്ടാണ് ഈ നാറികൾ വന്നിരുന്നിട്ട് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള തോന്നിയാസം കളിക്കുന്നത്. ഇതുപോലുള്ള വർഗീയ ഓളികളെ, വർഗീയ ജന്തുക്കളെ കേരളത്തിലെ പൊതുസമൂഹം പുറം കാലുകൊണ്ട് ചവിട്ടി തൂരേറിയണം. ഇനി ഒരു കാലത്തും ഇവനെപ്പോലുള്ള നാറികളൊന്നും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് വൃത്തികേട് വിളിച്ച് പറയാൻ ഒരവസരം പോലും ഉണ്ടായി കൊടുക്കരുതെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഈ കേരളത്തിലെ നല്ലവരായിട്ടുള്ള എൻ്റെ സഹോദരന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഈ ജനസമൂഹം തന്നെയായിരിക്കും എന്നതിൽ ഒരു സംശയം വേണ്ട. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.